ഒരു പാൻ ചൂടാക്കാം. ഈ പാൻ ചൂടായിട്ട് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ഉരുകുമ്പോൾ ഒരു നേന്ത്രപ്പഴം കുനുകുനാന്നരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് ഈ പാനിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലോട്ട് ചേർക്കാം. എന്നിട്ട് ഈ തവിയുടെ ഇതുകൊണ്ട് നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കുക നന്നായിട്ട്. പക്ഷെ ഒരുപാട് പശ പോലെ ആക്കണ്ട കേട്ടോ, തിരിച്ച് കറുമുറയൊക്കെ വേണം. ഇനി നമ്മളിത് കഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആ പച്ചച്ചുക മാറിയിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട് എങ്കിൽ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒരു പശ്മ വേണം, ഒരുപാട് നമ്മൾ ഡ്രൈ ആക്കി മാറ്റാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ചൂടാറട്ടെ. ഇനി വേറൊരു പ്ലേറ്റിലോട്ട് 1/4 കപ്പിന് മേലെ തേങ്ങ ചിരണ്ടിയത് ചേർക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. 1/4 ടീസ്പൂൺ നമ്മുടെ ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി വയ്ക്കുക. ഇതൊരു 10 മിനിറ്റ് തിരുമ്മി വയ്ക്കട്ടെ എന്ന് വെച്ചാൽ അപ്പോഴെല്ലാം അതിൻ്റെ ഉള്ളിൽ വെള്ളം ഊറും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ എന്തോരം വെള്ളം ഉണ്ടെന്ന് ഉള്ള കാര്യമൊക്കെ. ഇനി ബിസ്ക്കറ്റാണ് നമുക്ക് വേണ്ടത്. ഞാൻ പാർലേജിയുടെ ബിസ്ക്കറ്റാണ് ഇവിടെ എടുത്തേക്കുന്നത്. അത് മിക്സിയുടെ ചെറിയ ജാറിൽ എടുത്തിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ന്യൂട്രൽ ഫ്ലേവർ ഇട്ടാൽ വേറെ പിസ്താഷ്യോ ഫ്ലേവറൊന്നും ഇതിൽ ചേർക്കരുത്. വാനില വേഫേഴ്സ് ഇതായിട്ട് ചേർന്ന് പോവും. അപ്പോൾ ഈ ബിസ്ക്കറ്റിൻ്റെ പൊടിയും പിന്നെ ഈ പഴവും തേങ്ങയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് ഒരു ബോൾ പോലെ ആക്കാം. നമ്മൾ ഈ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ചപ്പാത്തി മാവ് നമ്മൾ ഉണ്ടാക്കിയിട്ട് കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ അത് നമിഞ്ഞു പോയില്ലേ, അതുപോലെ ആവണം. ഒരുപാട് ഡ്രൈ ആക്കരുത്. ബിസ്ക്കറ്റിൻ്റെ പൊടി കുറേ നമ്മൾ കയറ്റി അങ്ങനെ ആക്കരുത്. അപ്പോൾ ഒന്ന് ഇതാക്കണം. പിന്നെ ഈ തേങ്ങ ഞാൻ 10 മിനിറ്റെങ്കിലും വെക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ വെള്ളം ഊറും. അപ്പോൾ ഈ ബിസ്ക്കറ്റ് ഈ സ്റ്റേജിൽ നന്നായിട്ട് ഈ പൊടി അബ്സോർബ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഉണ്ട ആകെ വെള്ളം കൂടിയ പോലെ ഇരിക്കും. ഇനിയിപ്പോൾ ഈ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ബോൾസ് കുറഞ്ഞു പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് കഴിച്ചു, അതുകൊണ്ടാണ്. ഇനി ബാക്കി ഈ ബിസ്ക്കറ്റ് പൊടിച്ചതിലോട്ട് ഈ ബോൾസ് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഒന്ന് ഡിപ്പ് ചെയ്ത് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ബനാന ട്രഫിൾസ് നല്ല രുചിയാണിത്. ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ബനാന സ്വീറ്റ് ബോൾസ് എന്നോ ഒക്കെ വിളിക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ഡെവലപ്പ് ചെയ്ത റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ പല വേർഷൻസും ഞാൻ കണ്ടു. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെയാണ്. നല്ല ഹെൽത്തിയാണ്, സിമ്പിളാണ്. ഇനി ഇത് 2 ദിവസത്തോളം എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഞാനിത് കഴിച്ചു നോക്കട്ടെ. ഇങ്ങനെയായിരിക്കും നിങ്ങളെ വീട്ടിൽ വരുന്ന അതിഥികളുടെ ആ എക്സ്പ്രഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട് ഇത്. ഞാനിതിന് പേര് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഒരു ബനാന ട്രഫിൾസ് എന്ന് വേണമെങ്കിൽ എനിക്ക് തോന്നി വിളിക്കാം. അത്രയ്ക്കും ടേസ്റ്റാണിത്. ഭയങ്കര ഹെൽത്തിയാണ്, സിമ്പിളാണ്, പവർഫുള്ളാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഞാനിത് വേഗം കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.